ആർട്ട് ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോട്ട് ബുക്കാട്ടോ. ഇങ്ങനത്തെ ഒരു നോട്ട് ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 1-2 A4 ഷീറ്റ് എടുക്കാം. ഞാൻ 2 A4 ഷീറ്റ്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്കൊരു കത്രിക വേണം, പിന്നെ നമുക്ക് ഒരു പേന, പിന്നെ നമുക്കൊരു ഫെവിക്കോൾ വേണം, പിന്നെ അതേ സെല്ലോ ടൈപ്പ്. ഫെവിക്കോളും സെല്ലോ ടൈപ്പും വേണമെങ്കിൽ നിങ്ങൾ ഫെവിക്കോൾ മാത്രം അതിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ 3 പീസസ് ഓഫ് കാർഡ്ബോർഡ് വേണം. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ബുക്കിൻ്റെ ചട്ടയ്ക്ക് ഇത്തിരി കട്ടിയിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കുഞ്ഞി പീസ് വെട്ടിയെടുക്കണം. അത് നിങ്ങളുടെ വിഡ്ത്ത് പോലെ ഇരിക്കും. പിന്നെ ഇങ്ങനത്തെ 2 സൈസസ് ഉള്ളത്. ഏതാണ്ട് ഈ ബുക്കിൻ്റെ എസ്റ്റിമേഷനിലാണ് ഇത് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴേ കാണിച്ച് വെച്ചതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കളർ പേപ്പറാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ലാവൻഡർ കളറാണ്, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ പേപ്പർ മടക്കുക. അപ്പോൾ അത് ഫുള്ളൊരു A4 ഷീറ്റിനെ ഇങ്ങനെ പകുതി വെച്ച് മടക്കുക കേട്ടോ. ഞാൻ കാണിക്കുന്ന പോലെ അങ്ങനെ പകുതി വെച്ച് മടക്കുക. അപ്പോൾ അതേ ഇങ്ങനെ പകുതി വെച്ച് മടക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ചെയ്ത് തുടക്കാം. അതാകുമ്പോൾ കീറുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ഇങ്ങനെ ഇത് തുറക്കാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ ഈ വെച്ചേക്കണത് നല്ലോണം ആക്കാതെ. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് കീറി എടുക്കാം കേട്ടോ. കീറി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഞാൻ 2 പേപ്പർ കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതും മടക്കാം കേട്ടോ. കറക്റ്റായിട്ട് മടക്കാം. അതാകുമ്പോൾ നമ്മുടെ ബുക്ക് കറക്റ്റ് സൈസിൽ വന്നിക്കും. അപ്പോൾ ഇനി ഇതും കീറി എടുക്കും. നിങ്ങൾക്ക് ബുക്ക് എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും ചെറുതാക്കുന്നുണ്ട്. ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇതും ചെറുതാക്കി കീറിയെടുക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ എടുക്കുന്ന സൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈസ് എടുക്കുക, അല്ലെങ്കിൽ വലുത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈസിലാണ് എല്ലാം വെട്ടിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം വെട്ടിയെടുത്തിട്ട് കാണിച്ചു. അപ്പോൾ ഗൈസ് ഞാൻ 2 A4 ഷീറ്റ് എടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ 1.5 A4 ഷീറ്റാണ് എടുത്തത്. ഒരു ഫുൾ A4 ഷീറ്റും രണ്ടാമത്തെ A4 ഷീറ്റിൻ്റെ പാതിയാണ് എടുത്തത്. അപ്പോൾ അതേ ബാക്കി പാതി നമുക്ക് വേറൊരു ആവശ്യത്തിനും വേണം. ഞാൻ അതവിടെ നീക്കി വെച്ചു. പിന്നെ എനിക്ക് അത്രയ്ക്ക് പേജസ് ഒന്നും വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് സ്റ്റാപ്ലർ ചെയ്യാം. പശ തേക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ വേറൊരു പ്രാവശ്യം വേറൊരു കാര്യത്തിന് ചെയ്തപ്പോൾ അത് ഫ്ലോപ്പ് ആയിപ്പോയി. അത് കാരണം പശ വെച്ചിട്ടുള്ള രീതി ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റാപ്ലറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിത് സ്റ്റാപ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനിവിടെ സ്റ്റാപ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ കവർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് 3 ഇങ്ങനത്തെ കാർഡ്ബോർഡ് പീസസ് വേണം കേട്ടോ. അപ്പോൾ അതേ കാർഡ്ബോർഡ് പീസസ് വേണം. അപ്പോൾ ഞാൻ വെട്ടിയപ്പോൾ എഡ്ജസ് അങ്ങോട്ട് കറക്റ്റായി വന്നില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. ഈ കുഞ്ഞി ഭാഗം മറക്കരുത്. അപ്പോൾ നടുവിന് വെക്കണം. അപ്പോൾ നമ്മുടെ കളർ പേപ്പർ നമുക്കത് വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ കളർ പേപ്പർ ഇതാണ്. ഈ കളറിൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെക്കുമ്പോൾ തന്നെ പശ വയ്ക്കാം. പക്ഷെ എനിക്ക് പശ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കളേഴ്സ് അങ്ങോട്ട് പോകും. എന്ന് പറഞ്ഞാൽ പുറകിൽ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഏതാണ്ട് ബ്ലെൻഡായിട്ട് പശയുടെ ഒക്കെ ലൈറ്റൊക്കെ ആയിട്ട് ഒരു ഇതുപോലെ ഇരിക്കുക. അപ്പോൾ അത് വേണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പശ തേക്കാണ്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശ തേക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ പിന്നെ നമുക്ക് ഇതുമ്പോൾ പശ ഒട്ടിക്കാം കേട്ടോ. പശയല്ല, നമ്മൾ പേപ്പർ ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. അതാകുമ്പോൾ നമ്മൾ പിന്നെ ഒട്ടിക്കണ സമയത്ത് പേടിക്കണ്ടല്ലോ. ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇതേ ശ്രദ്ധിക്കുക, എൻ്റെ പോലെ ഇങ്ങനെ കൈയൊന്നും തട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓരോ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ മടക്കാം കേട്ടോ. ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ ചെയ്യാം. ഇത് പിന്നെ ശ്രദ്ധിക്കണം. പശ തേച്ചിട്ടാകുമ്പോൾ പിന്നെ പേടിക്കേണ്ട, അത് ഉണങ്ങിയിട്ടുണ്ടാവും എന്നുള്ളൊരു ധൈര്യം ഉണ്ട്. എന്നാലും ഞാൻ പിന്നെ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുക. അപ്പം ഞാൻ മുമ്പ് ഇങ്ങനെ പേപ്പർ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പേപ്പർ ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം എനിക്കന്ന് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എൻ്റെ ട്രിക്ക് എന്താണെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗമില്ലേ, ഈ വടവ് പോലത്തെ അവിടെ ഈ ഭാഗം വെച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതാകുമ്പോൾ ഈസിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡുകളൊക്കെ നമുക്കിങ്ങനെ
സെല്ലോ ടേപ്പ് കൊണ്ട് ഈ ഭാഗങ്ങളില്ലേ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ചട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഈ പേപ്പർ നമുക്ക് വേണമെന്ന്. അപ്പോൾ നമുക്ക് അതിവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഈ പേപ്പറില്ല, അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വർക്ക് ഏതാണ്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബുക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും റൈറ്റിങ്സ് ചെയ്താൽ, ഞാൻ നോക്കട്ടെ എന്തെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ സ്ലോ മോഷനിൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ബുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ DD ആർട്ട് ക്യൂബിൻ്റെ വേറെ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്താം. അപ്പോൾ എൻ്റെ വീഡിയോസ് പെട്ടെന്ന് അറിയാൻ പറ്റും. ബൈ ബൈ.